അട്ടപ്പാടി ട്രൈബൽ സെറ്റിൽമെൻറ്റ്സിൽ ജീവിക്കുന്ന പെൺകുട്ടികളെ സയൻറ്റിഫിക് ആപ്റ്റിറ്റ്യൂഡിലൂടെ ഉദ്ധരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ സോൾ ഒബ്ജക്റ്റീവ്. ട്രൈബൽ മേഖലയിലുള്ള കുട്ടികൾ സയൻസ് ഫീൽഡിലേക്ക്, അതായത് സ്റ്റെം മേഖലയിലേക്ക് തൊഴിലിന് പോകുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഞാൻ ആകെപ്പാടെ ടീച്ചർ, ഡോക്ടർ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതിൽ പലതും കുട്ടികൾക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ വിചാരിച്ചിട്ട് പോലും ഇല്ല ഞങ്ങൾ ഇങ്ങനത്തെ വലിയ സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടുത്തെ കുട്ടികളെന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ ലേണേഴ്സ് ആണ്. അവരുടെ പാരൻസിന് ഫോർമലായിട്ടൊരു എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ സയന്റിഫിക് ടെമ്പർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രൊജക്ട് നടപ്പാക്കിയിരിക്കുന്നത്. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സിസ്റ്റമാറ്റിക് സ്റ്റഡി. അടുക്കും ചിട്ടയോടുള്ള ഏതൊരു പഠനത്തിനെയും നമുക്ക് സയൻസ് എന്ന് പറയും. ഈ പ്രൊജക്റ്റോട് കൂടി ഒരുപാട് കുട്ടികൾ സയൻസ് മേഖലയിലേക്ക് ജോലിക്ക് വരുമെന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ഇതിനൊക്കെ സയൻസ് പഠിക്കണം കേട്ടോ. ചില കുട്ടികളിൽ ഡെഫിനറ്റ്ലി സ്പാർക്ക് ഉണ്ട്. ദേ വോണ്ട് ടു നോ. I think giving an opportunity for them to understand such things would definitely bring them also to the mainstream. റോക്കറ്റിൽ 3 വിധം ഞങ്ങൾ കണ്ടു. ഒന്ന് GLCLV, പിന്നെ BLCLV, പിന്നെ PLCLV. സയൻറ്റിസ്റ്റിനൊക്കെ കണ്ടപ്പോൾ നമുക്കും അങ്ങനെ ഒന്ന് ആവണമെന്ന്, അങ്ങനെ ഒരു കരിയറിലേക്ക് പോകാനുള്ള ഒരു ആഗ്രഹം കൂടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടും കാര്യങ്ങളെല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ തന്നെ. അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണൊക്കെ നിറയുക എന്നുള്ളതാണ്. അതൊരു വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ പ്രകടനത്തിൽ വരുന്നത്. സാർമാരുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് അതിലൊക്കെ എങ്ങനെ പോകണം, എങ്ങനെ എത്തിപ്പെടണം. അവരുടെ ചോദ്യങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ അവരുടെ ഈ ഏജിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ടു നോ മച്ച് മോർ. അപ്പം ദാറ്റ് സ്പാർക്ക് ഇസ് ദെയർ. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങളുടെ എയിമിനെ കുറച്ച് ഡിഫറെൻ്റ് ആക്കി അതിലേക്ക് പോകാനുള്ള വഴികളും ഞങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് മനസ്സിലായി കിട്ടും. അവർക്ക് കുറച്ചും കൂടി ഇൻഫോം ഡിസിഷൻസ് എടുക്കാനുള്ളൊരു നിലയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അപ്പം അതിൽ വളരെ സന്തോഷമുണ്ട്. വലിയ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഒരു ക്ലാസ് ഫുള്ളും മൈക്ക് പിടിച്ച് സംസാരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. കൂടുതൽ പാഠവുമുള്ള, കൂടുതൽ നൈപുണ്യമുള്ള, കൂടുതൽ സ്കില്ലുള്ള കുട്ടികളായി വളരട്ടെ. എന്തൊരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാലും അതവർക്ക് 100% ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ഭാവി സമ്പുഷ്ടമാക്കുക, മനോഹരമാക്കുക, അവരെ ജീവിതത്തിൽ വിജയിക്കാൻ സഹായിക്കുക. All these together determine the project Super 100. ആസാദ് കേരളയുടെ സൂപ്പർ 100 പ്രോഗ്രാം സൂപ്പറാണ്. ഈ വർഷം മാത്രം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു നല്ല സങ്കടമൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് അടുത്ത വർഷം വേണമെന്നൊക്കെ ഉണ്ട്. തരുവാണെങ്കിൽ നല്ലതായിരിക്കും.